ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയും അത് തന്നെയാണ് കേട്ടോ. ഈ സന്തോഷമായിട്ട് ഇരിക്കുന്നതും ആഗ്രഹങ്ങളും നേടുന്നതും തമ്മിൽ എന്താണ് ബന്ധം? എപ്പോഴും പറയാറുണ്ട്, സന്തോഷമായിട്ടിരിക്കൂ. സന്തോഷം എന്ന് പറയുന്നതിന് ഹൈ എനർജിയാണ്. നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പൊ അതിനെല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു എനർജി ഫ്രീക്വൻസി ഉണ്ട്. അപ്പൊ അത് നമ്മളിലേക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്ത് കിട്ടണം, അല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ട് ആ ഒരു അലൈൻമെന്റിൽ എത്തണം എന്നുണ്ട് എങ്കിൽ നമ്മളുടെ എനർജി ലെവൽ ഹൈ ആക്കി വെക്കുക എന്നുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. നമ്മുടെ എനർജി ലെവൽ ഹൈ ആക്കി വെക്കുന്ന കാര്യങ്ങളാണ് സെൽഫ് ലവ്, അതുപോലെ ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നത്. ഈ സന്തോഷം എന്ന് പറയുന്നതിന്റെ കീ എവിടെയാണ് അല്ലെ? ഇതിന്റെ താക്കോൽ എവിടെയാണ്? നമ്മൾ എപ്പോഴും അന്വേഷിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. ആഗ്രഹമുണ്ട് എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കുക എന്ന് പറയുന്നത്. ആഗ്രഹിക്കാത്ത ഒരാള് പോലും ഇല്ല. എല്ലാരും പറയുമ്പോ ഒക്കെ എളുപ്പമാണ്, സന്തോഷമായിട്ടിരിക്കുക, പിന്നെ എന്ത് പറയുമ്പോ കഴിഞ്ഞു. പക്ഷെ അതല്ല ഞങ്ങളുടെ അവസ്ഥ. നിങ്ങൾക്കത് പറയാം, ഞങ്ങളുടെ സാഹചര്യം അതല്ല. സാഹചര്യം എന്തും ആയിക്കോട്ടെ കേട്ടോ, എല്ലാവരും നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നത് കൊണ്ട് മാത്രം സന്തോഷിച്ചിരിക്കുന്നവരാണ് എന്ന തെറ്റിദ്ധാരണയാണ് സത്യം പറഞ്ഞ ഈ ലോകത്തുള്ള ആളുകൾക്കെല്ലാം. നമ്മൾ വിചാരിക്കും മറ്റുള്ളവരുടെയൊക്കെ ലൈഫ് കാണുമ്പോൾ അവർക്കൊക്കെ എന്ത് സന്തോഷ, അവർക്കൊക്കെ എല്ലാ കാര്യങ്ങളും എന്താ പറയാ, ആവശ്യത്തിന്, ആവശ്യത്തിനല്ല, സാമ്പത്തികമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് അവർക്കൊക്കെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ അവസ്ഥ അതല്ല അല്ലേ? നമ്മള് ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, സന്തോഷം എന്ന് പറയുന്നത് ഒരാളുടെ അവകാശമാണ്, റൈറ്റ് ആണ് എന്നുള്ളത് തിരിച്ചറിയുക. ഒരാൾക്ക് ഈ ഭൂമിയിൽ സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളത് മറ്റാരുടെയും ഔദാര്യമോ മറ്റാരും കനിഞ്ഞു തരുന്നതോ അല്ല. ഇത് ഒരാളുടെ അവകാശമാണ് എന്ന തിരിച്ചറിവ് നമ്മളിൽ പലർക്കും ഇല്ല. ഇത് ആദ്യം തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യം, സന്തോഷം എന്ന് പറയുന്നത് മറ്റൊരാളാൽ കിട്ടേണ്ട, അല്ലെങ്കിൽ മറ്റൊരാൾ നമുക്ക് വഴിയൊരുക്കി തരേണ്ട ഒരു കാര്യമാണ്. ഇതിൽ ഞാൻ മാത്രം ഒന്നും വിചാരിച്ചിട്ട് കാര്യമുള്ളതല്ല എന്ന ഒരു തെറ്റിദ്ധാരണയാണ് രണ്ടാമത്. ഇത് രണ്ടും മാറ്റിയാൽ തന്നെ സന്തോഷം എന്ന് പറയുന്നതിന്റെ കീ, താക്കോൽ, അത് എവിടെയാ ഇരിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മളുടെ അവകാശമാണ് എങ്കിലും നമുക്കിത് പലരുടെയും ഔദാര്യമായിട്ട്, പലരും തരുന്ന ഒരു ദാനമായിട്ട് നമ്മൾ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ പലപ്പോഴും നമ്മുടെ സന്തോഷത്തിന്റെ കാരണക്കാർ, അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് മറ്റുള്ളവരാണ്, ഞാനായിട്ടല്ല ഒരിക്കലും എന്ന ഒരു ചിന്താഗതിയും കൂടിയാണ്. അപ്പൊ നമുക്കിത് മാറ്റാനായിട്ട് ശ്രമിക്കാം. ഇനി ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ ഒരു 5-6 പോയിന്റ്സ് പറയുന്നുള്ളൂ. ഇത് പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യം മാത്രമാണ്, അതായത് ഒരു ജനറൽ വേയിൽ ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കൂടാതെ ഓരോരുത്തർക്ക് അവരവരുടേതായ വ്യക്തിപരമായ സാഹചര്യങ്ങൾ പലതും ഉണ്ടാകും. എന്ത് തന്നെയാണെങ്കിലും അത് കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളെ സന്തോഷമാക്കി വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ അവകാശമാണ്, നമ്മുടെ കടമയാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ കേട്ടോ. അപ്പൊ നമുക്ക് പൊതുവെ നമ്മളുടെ ഹാപ്പിനെസ്സിനെ നശിപ്പിക്കുന്നതായ ഒരു 5-6 ശീലങ്ങളെ കുറിച്ച് പറയാം. ഒട്ടുമിക്കവർക്കും ഇത് ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. നമുക്കിതൊന്ന് ഒഴിവാക്കി നോക്കാൻ ശ്രമിക്കാം അല്ലെ, ഇന്ന് തുടങ്ങിയെങ്കിലും. ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യുന്നത്, എപ്പോഴും കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ വരുത്തിയിട്ടുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്കിനെ കുറിച്ച് ഓർത്ത് വീണ്ടും വീണ്ടും വിഷമിക്കുക എന്നുള്ളതായിരിക്കും. റിഗ്രറ്റ് ചെയ്യുന്ന ഒരു ശീലം. പാസ്റ്റ് മിസ്റ്റേക്സിനെ കുറിച്ച്, അതായത് സ്റ്റോപ്പ് തിങ്ക് അബൌട്ട് യുവർ പാസ്റ്റ് മിസ്റ്റേക്ക്. പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞത് എപ്പോഴും കഴിഞ്ഞു. ചിലപ്പോൾ നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുത്ത കാര്യത്തിലായിരിക്കും അബദ്ധവശാൽ പെട്ടുപോയി, പറ്റിപ്പോയി. ഇപ്പൊ അതുകൊണ്ട് വലിയ ജോലി സാധ്യതകളൊന്നും ഉള്ളതല്ല, വേണ്ടിയിരുന്നില്ല, വെറുതെ 3-4 വർഷം നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇന്ന് അവരെടുത്തിട്ടുള്ള ആ ഒരു കോഴ്സ് കൊണ്ട് അവരുടെ ജീവിതം രക്ഷപ്പെട്ടു. ഞാൻ ഇങ്ങനെയായി പോയി. ഒന്ന്, കരിയർ ലൈഫിലാണെങ്കിൽ അങ്ങനെയുള്ള കാര്യം. 2, ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോഴേ ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ജോലിയിൽ എനിക്ക് ആദ്യം ഒരു വേക്കൻസി വന്നു, ഞാൻ അവിടെ കയറിപ്പോയി, പിന്നെ അവിടെ തന്നെ അങ്ങ് നിൽക്കേണ്ടതായിട്ട് വന്നു. എന്റെ കൂടെയുള്ളവര് അതിൽ നിന്നൊക്കെ റിസൈൻ ചെയ്ത് ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടിപ്പോയി, അവരൊക്കെ രക്ഷപ്പെട്ടു.
മൂന്നാമത്തെ സാഹചര്യം, എന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ മറ്റു രാജ്യങ്ങളിൽ പുറമേക്ക് പോയി. എനിക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ദേ ഇവിടെ കിടന്ന് നരയിക്കുന്നു, കഷ്ടപ്പെടുന്നു. എല്ലാം റിഗ്രറ്റ് ആണ് കഴിഞ്ഞ കാലങ്ങളിലെ ഓർത്ത്. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ എത്ര ആലോചന ഇതിനു മുമ്പ് വന്നതാണ്, ദേ ഇങ്ങനെ ഒരെണ്ണം വന്നു, അതിന്റെ പേരിൽ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അല്ലെ. ഇങ്ങനെ എല്ലാത്തിലും നമ്മൾ കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്തുള്ള റിഗ്രഷൻ മാത്രമാണ് ശരിക്കും പറഞ്ഞ ലൈഫിൽ നടന്നു പോകുന്നത്. ഇതാണ് നമ്മുടെ സന്തോഷത്തെ നശിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. അപ്പൊ എന്താ ചെയ്യാൻ പറ്റും? കഴിഞ്ഞതിനെ മാറ്റാൻ പറ്റില്ല, പക്ഷെ കഴിഞ്ഞതിനെ കുറിച്ചുള്ള ചിന്തകളെ ഇന്ന് തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അത് അവസാനിപ്പിച്ചേ പറ്റൂ. ഇനി വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് പുതിയതായിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിയുക. കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുന്നതോറും വീണ്ടും വീണ്ടും നമ്മുടെ അത്തരം എനർജി, ലോ ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ആണ് വീണ്ടും വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അവസാനിപ്പിക്കുക. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നത്, മറ്റൊരാളുടെ ലൈഫുമായി താരതമ്യം ചെയ്യുന്നത് ഇന്ന് തന്നെ അവസാനിപ്പിക്കേണ്ട ഒരു ശീലമാണ്. ഇതേത് കാര്യത്തിലെടുത്താലും നമ്മൾ അങ്ങനെയാണ്. ഒരു സിനിമ കാണുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും അതാണ് റിയാലിറ്റി. യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ പലരുടെയും കാണുമ്പോൾ വിചാരിക്കും അതാണ് റിയൽ വേൾഡ് ആൻഡ് റിയൽ വേൾഡ് എന്ന് പറയുന്നത് എപ്പോഴും വ്യത്യാസമാണ്. നമ്മുടെ മുമ്പിൽ കാണുന്ന വീഡിയോസിലുള്ള 20 മിനിറ്റോ 15 മിനിറ്റോ അല്ല ഒരാളുടെ ലൈഫ് എന്നുള്ളത് ആദ്യം നമ്മൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക. അതിൽ കാണിക്കുന്ന സന്തോഷങ്ങളോ അതിൽ കാണിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളോ ഒക്കെ ശരി, അത് കാണുമ്പോൾ അപ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് തോന്നും. പക്ഷെ അതുമായിട്ട് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ 24 മണിക്കൂറിനെ ആ കാണുന്ന ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാതിരിക്കുക. പലപ്പോഴും അത് പേരൻസ് ആണെങ്കിലും അതെ, കുട്ടികളെ മറ്റൊരാളുമായിട്ട് കണ്ടോ എത്ര പഠിച്ചു മിടുക്കരായിട്ട്, അവരെ നീ കണ്ടുപിടിക്കുക, ഇവരെ കണ്ടുപിടിക്കുക. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. യുണീക്ക് ആണ് ഓരോ വ്യക്തികളും. അപ്പൊ നമുക്ക് പോലും മറ്റൊരാൾ അങ്ങനെ ആകണം എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. അല്ലെങ്കിൽ എന്റെ ഇഷ്ടം പോലെ തന്നെ അവര് വരണം. അത് ഹസ്ബൻഡ് ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, പേരൻസ് മക്കളുടെ കാര്യത്തിലായിക്കോട്ടെ, ഇതൊന്നും നമ്മള് താരതമ്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഭാര്യമാരാണെങ്കിലും ഭർത്താവിനെ മറ്റൊരാളുടെ കണ്ടോ, അവരുടെ ഹസ്ബൻഡ് നോക്കിക്കേ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്തൊരു കെയറിങ് ആണ്, ഇതാണ്. നമ്മൾ കാണാത്തതായിട്ടുള്ള പല കുറവുകളും ആ ലൈഫിൽ ഉണ്ടാകും. നമ്മൾ അതൊന്നും കാണുന്നില്ല. നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ അവര് നല്ല കെയറിങ് ആയിട്ടുണ്ടാകും, നല്ല രീതിയിലായിരിക്കും. അതൊക്കെ വെച്ചിട്ട് നമ്മുടെ കൂടെയുള്ള ഒരാളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അവരുടെ കുറവുകളെയും അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെയും കൂടെ ചേർത്ത് നമ്മൾ അംഗീകരിക്കുക. ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക. ഇത് സാമ്പത്തികത്തിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പുറത്തെ വീട്, നമ്മൾ അവരുടെ വീട് അല്ലെങ്കിൽ അവരുടെ വാഹനം, അവരുടെ ജീവിത രീതി, അവർ ടൂർ പോകുന്നത്, അടിക്കടി ടൂർ പോകുന്നു, അവരടിക്കടി സിനിമ കാണാൻ പോകുന്നു, നമ്മൾ പുറത്തേക്കൊന്നും പോകുന്നില്ല, എന്താ നമ്മൾ മാത്രം ഇങ്ങനെ? അപ്പോ ഈ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ നിരാശയുടെ പടുകുഴിയിലേക്ക് തന്നെ കൊണ്ടുവന്നെത്തിക്കുന്നതാണ്. സ്റ്റോപ്പ് കമ്പയർ വിത്ത് അതേഴ്സ്. ഇന്ന് തന്നെ ആ ഒരു ശീലം മാറ്റുക. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ? ഒരു തീരുമാനം എടുക്കുമ്പോൾ മറ്റൊരാളുടെ അനുവാദത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കാതിരിക്കുക, വെയിറ്റ് ചെയ്യാതിരിക്കുക. ഇതും പലപ്പോഴും നമ്മളെ നിരാശയിലേക്ക്, സ്വന്തമായി നമ്മുടെ ജീവിതത്തിൽ മച്ചുറായ ഒരു കാലം തുടങ്ങി, അതായത് സ്വന്തമായി തീരുമാനം എടുക്കാൻ പാകതയുള്ള ഒരു പ്രായം തുടങ്ങി സ്വന്തമായി തന്നെ തീരുമാനം എടുത്തിരിക്കണം. അതിൽ നമ്മൾ എപ്പോഴും മറ്റൊരാളുടെ അനുവാദത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുമ്പോൾ പലതരത്തിലുള്ള നമുക്ക് നിരാശയല്ലാതെ മറ്റൊന്നും അതിനകത്ത് കിട്ടാനായിട്ട് ഉണ്ടാവില്ല. ഇത് ഞാൻ പറയുന്നതിൽ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, നെഗറ്റീവായിട്ട് എടുക്കരുത്. ഞാനിപ്പോ ഇത് പറയുമ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ ആളുകള് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല കല്യാണത്തിന്. അപ്പൊ ഈ വീഡിയോയിൽ കേട്ടിട്ടുണ്ട് മറ്റൊരാളുടെ അനുവാദത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കണ്ട, ഇന്ന് തന്നെ തീരുമാനം എടുക്കാം, നേരെ പോവാം, ഒളിച്ചോടാം, രജിസ്റ്റർ ചെയ്യാം. ഇതൊന്നും അല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങള്. നമ്മുടെ ലൈഫിനെ സംബന്ധിച്ച് നല്ല സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം എപ്പോഴും കൂടി ആലോചിച്ച് തന്നെയായിരിക്കും. പക്ഷെ മറ്റൊരാളുടെ അഭിപ്രായം കേട്ടിട്ട് അത് അതേപോലെ നമ്മുടെ ലൈഫിൽ പകർത്തുമ്പോൾ നിങ്ങൾക്കത് സ്യൂട്ടബിൾ ആണോ എന്നും കൂടെ നോക്കുക. എല്ലാവരുമായും കൂടി ആലോചിക്കുന്നത് നല്ലത് തന്നെയാണ്, പക്ഷെ ഫൈനൽ ഡിസിഷൻ ഈസ് യുവേഴ്സ്. ഇത് ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് സെൽഫ് ലവിന്റെ ഒരു വീഡിയോയിലാണെന്ന് തോന്നുന്നു ഞാൻ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. തീരുമാനം എടുക്കുന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും അങ്ങനെയാണ്. അതുപോലെ എനിക്ക്
പെൺകുട്ടികളോടായിട്ട് പറയാനുള്ളൊരു കാര്യം ഇതാണ്, ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിപ്പോ ഹസ്ബൻഡ് എത്ര നല്ല സാലറി ഉള്ള ഒരാളാണെങ്കിലും എത്ര നല്ല ജോലിയുള്ള ഒരാളാണെങ്കിലും എല്ലാ പെൺകുട്ടികളും സ്വന്തമായിട്ട് ഒരു ജോലി, സ്വന്തമായിട്ട് ഒരു ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി അതെല്ലാവരിലും ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു സമ്പാദ്യശീലവും. കാരണം നമുക്കതിന്റെ വില എന്ന് പറയുന്നത് സ്വന്തമായിട്ട് അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടുന്ന, ചോദിച്ചാൽ തരും, പേരൻസും ഹസ്ബൻഡും ഒക്കെ തരുമായിരിക്കും. എങ്കിലും നമ്മൾ അധ്വാനിച്ച് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ട് കൂട്ടി വെച്ച് നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കുകയോ മറ്റുള്ളവർക്ക് നമ്മളത് വാങ്ങിച്ചു കൊടുക്കുകയോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, അതങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും ഒതുങ്ങിക്കൂടേണ്ടതായിട്ടുള്ള ആളുകളെ എനിക്കറിയാം, നല്ല കഴിവുണ്ടായിട്ടും. ഇപ്പൊ വീട്ടമ്മമാരാണെന്ന് വെച്ചിട്ട് അതിനകത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല കൈപുണ്യമുള്ള ആളുകളാണെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ അച്ചാറോ അല്ലെങ്കിൽ ഈ പറയുന്ന ചിപ്സോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി അത് അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിലും കൊടുത്ത് ചെറിയ രീതിയിലൊക്കെ ഒരു ഇൻകം ഏൺ ചെയ്യാവുന്ന രീതിയിലേക്ക് മാറുക. അല്ലാണ്ട് എപ്പോഴും പുറമേ പോയി ജോലി ചെയ്തിട്ട് തന്നെയെന്നല്ല, എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്, അർഹതയുണ്ട്. യൂട്യൂബേഴ്സ് പോലും, അതായത് പുതുതായിട്ട് ഒന്നും പറ്റില്ല, നിങ്ങൾ വീട്ടമ്മമാരാണെങ്കിൽ പോലും എത്ര ആളുകള് വീട്ടമ്മമാരായിട്ടുള്ള ആളുകള് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ നിന്നൊരു ഇൻകം ഏൺ ചെയ്യുന്ന ലെവലിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ഉടനെ ചെയ്യാം. എനിക്കത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവരോട് തന്നെയായിട്ട്, ലേഡീസിനോട് തന്നെയായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഉണ്ട് എനിക്കതിനകത്ത്. അപ്പോ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്, ഒന്ന് മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത് എന്നുള്ളത്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കുക. തീരുമാനത്തിന് മറ്റുള്ളവരെ, നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോലിയാണ് ആഗ്രഹിക്കുന്ന, ഒരു PSC പഠിക്കാനായിട്ട് പോണം, അത് നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനനുസരിച്ച് തന്നെ മുന്നേറുക. അവിടെ 10 പേരോട് അഭിപ്രായം ചോദിച്ച് അങ്ങനെ വേണോ ഇങ്ങനെ വേണോ അവരുടെ അനുവാദം ഒക്കെ കിട്ടി വരുമ്പോഴത്തേക്കും അത് കാലതാമസം വരും. നമുക്ക് തന്നെയാണ് അതൊരു നിരാശയിലേക്ക് എത്തിക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യം. അപ്പൊ ഞാനിപ്പോ 3 കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ഇനി 4ാമത്തെ കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു പ്രൈവസി, കീപ് പ്രൈവസി ഇൻ യുവർ ലൈഫ്. പല കാര്യങ്ങളിലുള്ളൊരു കാര്യമാണ്. നമ്മളെല്ലാം മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതം എന്താണ് എന്നുള്ളത് നമ്മളെല്ലാവരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ലൈഫിൽ, അതായത് ഒരു പേഴ്സണൽ സ്പേസ് എപ്പോഴും അതിനകത്ത് വേണം. അതാരാണെങ്കിലും നമ്മൾ ഒരു ബൗണ്ടറി, ഒരു അതിർത്തി നമ്മൾ വെക്കണം. അതിൽ കവിഞ്ഞ ഒരാളെയും നമ്മുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കാൻ പാടില്ല. ഇത് വലിയൊരു പാഠമാണ്. അതാരായിരുന്നാലും, ഇപ്പോ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ബ്രേക്കപ്പ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് അതിൽ തന്നെ പെട്ട് നിരാശരായി കഴിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. അങ്ങനെ അതിനെക്കുറിച്ചാണെങ്കിലും പറയാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരാളും, അതായത് നമ്മളെ വേണ്ട എന്ന് വെക്കുന്നവരെ തിരിച്ചു വേണ്ട എന്ന് വെക്കാനായിട്ടുള്ള ഒരു ഡിസിഷൻ കൂടി എടുക്കാൻ കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം എല്ലാ ആളുകളിലും. അതുപോലെ തന്നെ തീരുമാനം എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ഇടപെടാൻ വരുന്നവർക്ക് നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. ഒരു അതിർത്തി നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അതിലിപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു സ്പേസ് ആർക്കും നിങ്ങളുടെ ലൈഫിൽ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങളുടെ ആ കയ്യിൽ തന്നെ ഇരിക്കും. ഓക്കെ, ഇതെല്ലാത്തിനും ഒരു എന്താ പറയാ, ഒരു ചരടിന്റെ അറ്റത്ത് കിടന്ന് ആടിക്കളിക്കുന്ന ഒരു കുട്ടിക്കൊരങ്ങന്റെ ഒരു കഥയില്ലേ, അങ്ങോട്ട് ചാടി കളിക്കാൻ പറയുമ്പോൾ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടാൻ പറയുമ്പോൾ ഇങ്ങോട്ട് ചാടും. അതേപോലെയുള്ള ഒരു കളിപ്പാവയാകാതിരിക്കുക. എല്ലാവരുമായിട്ട് ഇടപെടുക, അല്ലെങ്കിൽ എന്താണ് പറയാ, മിങ്കിൾ ചെയ്യുക. ആ ഇടപഴകുന്നതിന് നമുക്ക് തിരിച്ച് നമ്മുടെ ലൈഫിൽ ഒരാള് നമ്മളെ നിയന്ത്രിക്കാൻ, അതായത് നിങ്ങളുടെ ലൈഫിനെ നിയന്ത്രിക്കാനുള്ളതിന്റെ ചരട് നിങ്ങളുടെ കയ്യിൽ തന്നെയായിരിക്കണം. അതൊരിക്കലും മറ്റൊരാളുടെ കയ്യിലുള്ള ചരടിന്റെ അറ്റത്ത് കിടന്ന് ആടുന്ന കളിപ്പാവയാകാതിരിക്കുക നിങ്ങൾ. അതിനുള്ള ഒരു സ്പേസ്. അത് പറയുമ്പോൾ അതിനകത്ത് അഹങ്കാരിയാണ്, തന്റേടിയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. നമ്മൾ അഹങ്കാരി ആയതുകൊണ്ടല്ല, നമ്മൾ തന്റേടി ആയതുകൊണ്ടല്ല, നേരെ മറിച്ച് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തെ അത്രയും വിലയുള്ളതായി കാണുന്നതിന്റെ തെളിവാണ് നമ്മൾ ആ ഒരു അതിർത്തി സെറ്റ് ചെയ്യുന്നത്. ഓക്കെ ആയല്ലോ അല്ലെ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മാത്രം അധികാരമാണ്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് വേറൊരാള് കൊണ്ടുവന്ന് തരുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട ഗോളുകള്, നിങ്ങളുടെ ലക്ഷ്യങ്ങള്
ഇത് നിങ്ങളുടെ പ്ലാനുകൾ, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ ഇതൊക്കെ മറ്റൊരാളുമായി ഷെയർ ചെയ്യാതിരിക്കുക. ഒരിക്കലും അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യേണ്ട. പറയുമ്പോൾ വിചാരിക്കും അത് അവരോട് പറഞ്ഞാൽ എന്താ കുഴപ്പം, ഇവരോട് പറഞ്ഞാൽ എന്താ കുഴപ്പം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞ് തളർത്താനായിട്ടും ഇതൊന്നും സെറ്റ് ആവാൻ പോണില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനുള്ള ആളുകളായിരിക്കും കൂടുതലും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രം അത് അവർ അറിഞ്ഞാൽ മതി. അതിനു മുമ്പേ തന്നെ നിങ്ങളുടെ പ്ലാനുകൾ ഒന്നും വിളിച്ചുകൂവി പറയേണ്ട ആവശ്യമില്ല. ഇതൊന്നും മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അതും ഒരു പരിധിവരെ നിങ്ങളെ നിരാശരാക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിനാൻഷ്യൽ ഫ്രീഡം പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഒരു 18 വയസ്സ് തുടങ്ങി എനിക്ക് തോന്നുന്ന ഒരു 40-45 വയസ്സ് വരെയുള്ള ആളുകളും നമ്മൾ ജോലിക്ക് പോകുന്നു, ശമ്പളം വാങ്ങിക്കുന്നു. ഈ ശമ്പളം എന്ന് പറയുന്ന മുഴുവൻ ക്രെഡിറ്റ് കാർഡിന്റെ ഇൻട്രസ്റ്റ്, ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് പേ ചെയ്യാനായിട്ടും EMIക്കും തന്നെ ആയിരിക്കും. അതായത് ശരിയായ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഇല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെ മറ്റുള്ളവരുടെ ലൈഫുമായി കമ്പയർ ചെയ്ത് ആ താരതമ്യം ചെയ്ത് അങ്ങനെ ആകണം ഇങ്ങനെ ആകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്കൊരു 4-5 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ പോകേണ്ട ഒരു സ്ഥലമായിരിക്കും. ഒരു സ്കൂട്ടർ എടുത്തിട്ട് നമുക്ക് പോകാവുന്ന കാര്യം ഉണ്ടാവുള്ളൂ വീട്ടില്. എന്നാൽ പോലും മറ്റൊരാൾ കാണുമ്പോൾ അത് മോശമല്ലേ, കാറ് കൊണ്ട് തന്നെ പോകാം എന്ന് കരുതി 100 രൂപയുടെ സ്ഥാനത്ത് നമ്മൾ 500 രൂപ ചെലവഴിക്കുന്ന ആളുകളുണ്ട്. എന്തിനാ? മറ്റൊരാളെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മൾ അനാവശ്യമായിട്ട് നമ്മുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾ നമ്മൾ ചെലവഴിക്കുന്നതും നാളെ ഒരു കാലത്ത് നമ്മളെ കടക്കാരാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാത്തതും നമ്മളെ നാളെ ഒരു കാലത്ത് നിരാശയിലേക്ക് തന്നെ കൊണ്ടുവന്നെത്തിക്കും. എല്ലാവർക്കും ഒരുപോലെ അല്ല ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ പ്ലാനിങ്ങും തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ ഡയറ്റിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഒക്കെ കൂടുതലുള്ള ആളുകൾ ഈ കാർബോ ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ അല്ലെങ്കിൽ ജങ്ക് ഫുഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യും. എന്തിനാ? നമ്മുടെ ശരീരത്തിന്റെ നല്ലതിന് വേണ്ടി അല്ലെ. ഷുഗർ അവോയ്ഡ് ചെയ്യും, പഞ്ചസാര തീർത്തും നമ്മുടെ ഫുഡിൽ നിന്നൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യും. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക്, നല്ല ഒരു ഹെൽത്തി ആകണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് പറയുന്ന, നിങ്ങളെ തളർത്തുന്ന നെഗറ്റീവ് പീപ്പിളിനെ മാത്രം നിങ്ങൾ ചേർത്ത് വെച്ച് നടക്കുന്നു? എന്തുകൊണ്ട് അവരെ നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടാ? ജീവിതത്തില് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുന്ന പോലെ തന്നെ ജീവിതത്തിലും ചില ആളുകളെ വേണ്ട എന്ന് വെക്കേണ്ടതായ സിറ്റുവേഷൻ വരും. അത് നിങ്ങളുടെ തന്നെ പോസിറ്റിവിറ്റി, നിങ്ങളുടെ തന്നെ ഉയർച്ചയ്ക്ക് കാരണമാകും. ഇത് ഫ്രണ്ട്സോ കൊളീഗ്സോ അല്ലെങ്കിൽ ഒരു പരിധിവരെ അയൽപക്കക്കാര്, ബന്ധുക്കളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തരം നെഗറ്റീവ് പീപ്പിൾ ആണെങ്കിൽ അവരെ ഒഴിവാക്കാം. പക്ഷെ ഇത് പേരൻസ്, ഹസ്ബൻഡ്, കുട്ടികളാണെങ്കിൽ നമുക്ക് അവരെ ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒഴിവാക്കാം. അവരുടെ അഭിപ്രായങ്ങളെയും അവരുടെ ചിന്തകളെയും നിങ്ങൾ മനസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. നമ്മൾ എന്തും നമ്മുടെ മനസ്സിലേക്ക് എടുക്കുമ്പോഴാണ് നമുക്ക് അത് നെഗറ്റീവായി വരുന്നത്. ഞാൻ അതൊരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ കയ്യിലേക്ക് ഒരാൾ ഒരു കാര്യം വെച്ച് തരുമ്പോൾ നോ താങ്ക്സ്, നമ്മളത് വാങ്ങിച്ചില്ല എങ്കിൽ അത് അവരുടെ കയ്യിൽ തന്നെ ഇരിക്കും, അതൊരിക്കലും നമ്മുടേതാവില്ല. അതുപോലെ നെഗറ്റീവ് പറയുന്ന ആളുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വ്യക്തികളാണെങ്കിൽ ആ വ്യക്തികളെ ഒഴിവാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അവര് പറയുന്ന ഓരോ കാര്യത്തെയും വേണ്ട, നിങ്ങളത് നിങ്ങളുടെ കയ്യിൽ വെച്ചു, എനിക്കത് വേണ്ട, നോ താങ്ക്സ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലേക്ക് അത് എടുക്കുന്നതിനെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുവായ കാര്യങ്ങളാണ്. പക്ഷെ ഇത് ഒരു പരിധി വരെ നമ്മൾ നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. ആ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് ആ സന്തോഷത്തിന്റെ പെട്ടി നമുക്ക് തുറക്കാം. നമുക്ക് മാക്സിമം പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് തന്നെ നമ്മളിലേക്ക് നിറയ്ക്കാം. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയൊക്കെ നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിസീവ് ചെയ്യാനുള്ള ഒരു മോഡിൽ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ആർക്കെങ്കിലും ഇത് പ്രയോജനകരമാവട്ടെ എന്ന് കരുതിക്കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക്